ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണൂർ സ്റ്റൈലുള്ളൊരു നല്ല ബീട്രൂട്ടും ഡേറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പിക്കിളിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ബിഗ് സൈസ് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ 1/4 മാത്രമേ ക്യാരറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത്ര അളവിൽ എടുത്താൽ മതിയാവുക. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോൾസില്ലേ അതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറുതായിട്ടുള്ള ഹോൾസില്ലേ അതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ നല്ലൊരു ഭാഗം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഉണ്ടല്ലോ ചതച്ചിട്ടൊന്നും ഇടാൻ പാടില്ല. അതേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാൻ മതിയാവുക. ചതച്ചിട്ടൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ അച്ചാറ് ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനിടയിലായിട്ടൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കൊരു 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങ് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എരിവിന് ഈ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായിട്ട് വേറെ ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു 10-25 ഡേറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അത് നമ്മൾ ഫസ്റ്റ് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുന്ന മുമ്പേ അത് ഇട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു 3/4 കപ്പോളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ ചെറിയ മിക്സിയിലാണെങ്കിൽ 2 തവണ അരക്കേണ്ടി വരും. നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. വേറെ വെള്ളം ചേർക്കാൻ പാടില്ല. ആ വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കടുക് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്. എനിക്ക് കടുക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് അത്രയേ ചേർത്തിട്ടുള്ളൂ. ഇനി ഈ കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ എൻ്റെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു പച്ചച്ചോ മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടുതലായിട്ടൊന്നും വഴറ്റാൻ നിൽക്കേണ്ട. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് അല്ല, കുറച്ചൊരു പച്ചച്ചോ മാറൂല്ലേ, ആ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് മറ്റേ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കാണുന്നത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടണം, കുറച്ച് വേവണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇത് കുറച്ച് വേവണം, എന്നാലേ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതേ നോക്കിയേ, നമ്മുടെ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കുറേ അങ്ങ് ഒതുങ്ങിയിട്ട് കുറഞ്ഞില്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇതിൽ എരിവും മുളകും ഉപ്പും മധുരം ഒക്കെ ചേർന്നിട്ടുള്ള അച്ചാറാണല്ലോ ഈ ബീട്രൂട്ട് അച്ചാർ.
അപ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ കൂടുതലായിട്ട് ഇതിന് എരിവൊന്നും കാണില്ല. സാധാരണ കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് ഈ ബീട്രൂട്ട് അച്ചാർ. ബിരിയാണിക്ക് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഈ ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ വേറെ ഏത് അച്ചാറും ഇതിനോളം നമ്മുടെ ബിരിയാണിക്ക് ചേരില്ല. ഇനി നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് വെന്ത ശേഷം അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡേറ്റ്സിൻ്റെ പേസ്റ്റില്ലേ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അച്ചാറിൽ ഇനി വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനിഗർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കൂടി ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം ഇത് ഈ ഉപ്പും എരിവും മുളകും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ സുർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ടില്ലേ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് സുർക്ക ചേർത്ത് കൊടുത്ത് നോക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ടൈറ്റിലാണ് വേണമെങ്കിൽ ഈ ഒരു 1/2 കപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇനി കൂടുതൽ ലൂസായി കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഞാൻ 3/4 കപ്പോളം സുർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓഫാക്കി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആവും. അതുകൊണ്ടാണ് ഞാനൊരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ ഈ കൺസിസ്റ്റൻസിൽ മതിയാവും. ഇതങ്ങനെ പെട്ടെന്ന് പോകുകയും ചെയ്യില്ല കേട്ടോ. നമ്മൾ കൂടുതൽ സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട്. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ഞാൻ 3/4 കപ്പോളം സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസ് ആവശ്യമെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ സുർക്ക ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.